നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനത് ആലോചിച്ചതാണ്. നിങ്ങൾ സമ്മതിക്കുമെന്ന് അറിയാത്തോണ്ടാ പറയാറുന്നത്. ഞാൻ നാളെ തന്നെ പോയി അദ്ദേഹത്തെ കാണട്ടെ. നീ പൊയ്ക്കോ വിനയ, ഒരു നല്ല കാര്യത്തിനല്ലേ. അനന്തമാഷ നിന്റെ അപേക്ഷ സ്വീകരിക്കാതിരിക്കില്ല. അതേടാ മോനെ, ആരെയും വിളിച്ചു പറയാനൊന്നും നിൽക്കണ്ട. രാവിലെ പഞ്ചരത്നത്തിലേക്ക് ചെല്ല്. ആനന്ദമാഷിനെ കാണാൻ പറ്റിയ നിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നിരിക്കും വിനയ. അതെ, ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം. വായേട്ടാ. വാ മോനെ, വാ. ചെല്ല്, ഞാൻ വന്നേ. നീ രഘുവേട്ടനോടും അമ്പിളി ചേച്ചിയോടും ഇങ്ങനെ ധിക്കാരത്തി സംസാരിക്കാത്തതാണല്ലോ മഞ്ചാടി. പെട്ടെന്ന് എന്തു പറ്റി? ഇവിടുന്ന് കോളേജിൽ പോകുന്നത് ചേച്ചി എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നേ. അപ്പോ രഘുവേട്ടൻ ദാസങ്ങളുടെ വീട്ടിൽ പോയി താമസിച്ചാ മതി എന്നൊക്കെ പറഞ്ഞ രഘുവേട്ടന് നമ്മളോടൊക്കെ അങ്ങനെ പറയാനുള്ള അധികാരമുണ്ട് മഞ്ചാടി. പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ രഘുവേട്ടൻ ഇടപെടും. നീ കുട്ടിയല്ലേ. ഞാൻ ഒരു ഡിഗ്രി സ്റ്റുഡന്റ് അല്ലേ ചേച്ചി, എനിക്കും എന്റേതായ ഫ്രീഡം വേണ്ടേ. ഒരു ദിവസം കോളേജിൽ നിന്ന് വരാൻ ലേറ്റ് ആയിന്ന് വെച്ച് അപ്പൊ തന്നെ വിലക്കുമായി വന്നാലോ? വെറുതെ അല്ലല്ലോ മഞ്ചാടി ഞങ്ങൾ എല്ലാരും നിന്റെ കാര്യത്തിൽ ഇങ്ങനെ ടെൻഷൻ ആവുന്ന. ഒരിക്കലൊരു അപകടം നിനക്ക് സംഭവിച്ചതുകൊണ്ടല്ലേ. ഇനി വേണോ മോളെ? ഒന്നും വേണ്ട ചേച്ചി, വേണ്ട.